മരിച്ചെന്ന് കരുതി കൈമാറിയ നവജാത ശിശു 12 മണിക്കൂറുകൾക്ക് ശേഷം കരഞ്ഞു. തുടർന്ന് ബന്ധുക്കൾ ആശുപത്രിക്കെതിരെ പരാതി നൽകി. മുംബൈയിലാണ് സംഭവം. മരിച്ചെന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തി ബന്ധുക്കൾക്ക് കൈമാറിയ നവജാത ശിശുവാണ് 12 മണിക്കൂറുകൾക്ക് ശേഷം കരഞ്ഞത്. അടക്കം ചെയ്യുന്നതിന് ഏതാനും നിമിഷം മുമ്പ് കുട്ടി കരഞ്ഞതോടെ ജീവനോടെ തിരിച്ചു കിട്ടുകയായിരുന്നു. അംബോജാഗയിലെ സ്വാമി രാമനാഥ തീർത്ഥ ഗവൺമെൻറ് ആശുപത്രിയിലാണ് സംഭവം അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ ജൂലൈ 7 രാത്രിയിലാണ് യുവതി കുഞ്ഞിന് ആശുപത്രിയിൽ ജന്മം നൽകിയത്. എന്നാൽ 8 മണിയോടെ കുട്ടി മരിച്ചെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു. തുടർന്ന് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിനായി കുഴിയെടുക്കുന്നതിനിടെ കുട്ടിയുടെ മുഖം അവസാനമായി കാണണമെന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടു. തുടർന്ന് മുഖം മറച്ചിരുന്ന തുണി മാറ്റിയപ്പോൾ കുഞ്ഞ് കരയുകയായിരുന്നു. ഉടൻ തന്നെ അവർ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സകൾ തുടങ്ങി. ജനിച്ച ശേഷം കുഞ്ഞിൽ ജീവന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മരുന്നുകളോട് പ്രതികരിച്ചില്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. 27 ആഴ്ച ഭ്രൂണ വളർച്ച ഉള്ളപ്പോഴാണ് യുവതി ആശുപത്രിയിലെത്തിയത്. പ്രസവത്തിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു. ജനിക്കുമ്പോൾ കുഞ്ഞിന് വെറും 900 ഗ്രാം മാത്രമായിരുന്നു ഭാരം. മരുന്നുകളോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചെന്ന് കരുതിയതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നിലവിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സമിതിയെ അധികൃതർ രൂപീകരിച്ചു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. കുഞ്ഞിൻ്റെ കുടുംബം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.